ലോകമെന്നുണർന്നത് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയിലേക്കാണ്. സൂപ്പർ പവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കയുടെ ഹൃദയഭാഗത്ത് അതിശക്തമായ സുരക്ഷാ വലയത്തിനുള്ളിൽ വെച്ച് വീണ്ടും ഒരു വധശ്രമം. അതും ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് ഡിന്നറിനിടെയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഫസ്റ്റ് ലേഡി മെലാനിയ ട്രംപ്, വിദേശ നയതന്ത്രജ്ഞർ, മാധ്യമ പ്രവർത്തകർ എന്നിവർ തിങ്ങി നിറഞ്ഞ വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിൽ വെടിയൊച്ചകൾ മുഴങ്ങിയപ്പോൾ സകലരും ഒരു നിമിഷം സ്തംഭിച്ചുപോയി. ആരാണ് ഈ ആക്രമണത്തിന് പിന്നിലെ? കോൾ തോമസ് അല്ലൻ. കാലിഫോർണിയയിലെ ടൊറൻസിൽ നിന്നുള്ള 31 വയസ്സുകാരനായ ഈ യുവാവ് എങ്ങനെയാണ് ആയുധങ്ങളുമായിട്ട് സെക്യൂരിറ്റി മാഗ്നറ്റോമീറ്ററുകൾ വരെ എത്തിയത്? ഇതിനു പിന്നിൽ വൻ ഗൂഢാലോചനകളുണ്ടോ? കോൾ അലന്റെ കയ്യിലുണ്ടായിരുന്ന അത്യാധുനിക ആയുധം ഏതാണ്? പരിശോധിക്കാം. ഏപ്രിൽ 25 ശനിയാഴ്ച രാത്രി വാഷിംഗ്ടൺ DC-യിലെ ഹിൽട്ടൺ ഹോട്ടലിൽ ആഘോഷത്തിന്റെ അന്തരീക്ഷമായിരുന്നു. മാധ്യമ പ്രവർത്തകർക്കും ഭരണകൂടത്തിനും ഇടയിലുള്ള സൗഹൃദം പുതുക്കുന്ന വാർഷിക വിരുന്നിന് പ്രസിഡന്റ് ട്രംപ് നേരിട്ടെത്തുന്നു. ചർച്ചകൾ കൊടുമ്പിരി കൊള്ളവെയാണ് പെട്ടെന്ന് ആ വെടിയൊച്ചകൾ കേട്ടത്. 8ഓളം റൗണ്ട് വെടിവയ്പ്പാണ് നടന്നതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഹാളിന് തൊട്ടുപുറത്തുള്ള സെക്യൂരിറ്റി സ്ക്രീനിംഗ് ഏരിയയിലാണ് ആക്രമണം നടന്നത്. ആക്രമണകാരിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ FBI പോലും ഞെട്ടിപ്പോയി. കോൾ തോമസ് അല്ലൻ എന്ന 31 വയസ്സുകാരൻ ഒരു സാധാരണ ക്രിമിനൽ അല്ല. ഒരു ബാക്ക്പാക്കുമായി എത്തിയ അല്ലൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചു. പരിശോധനയിൽ തോക്ക് കണ്ടെത്തിയതോടെ സെക്യൂരിറ്റി ഏജന്റുമാർ ഇയാളെ തടയാൻ ശ്രമിച്ചു. പിടിയിലാകുമെന്ന് ഉറപ്പായതോടെ തന്റെ പക്കലുണ്ടായിരുന്ന സെമി ഓട്ടോമാറ്റിക് പിസ്റ്റൾ ഉപയോഗിച്ച് ഇയാൾ വെടിയുതിർത്തു. അവിടെയുണ്ടായിരുന്ന ഒരു DC പോലീസ് ഉദ്യോഗസ്ഥന് വെടിയേറ്റു. ഉടൻ തന്നെ സീക്രട്ട് സർവീസ് തിരിച്ചു വെടിവെക്കുകയും അല്ലനെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. വെടിയൊച്ച കേട്ടതോടെ വിരുന്നിനെത്തിയ വൻകിട സെലിബ്രിറ്റികളും രാഷ്ട്രീയക്കാരും പേടിച്ചരണ്ട് മേശകൾക്ക് താഴെ അഭയം തേടി. യുദ്ധകളത്തിന് സമാനമായ അന്തരീക്ഷമായിരുന്നു അവിടെയെന്ന് ദൃക്സാക്ഷികൾ വിവരിക്കുന്നു. ഇയാൾക്ക് യാതൊരുവിധ ക്രിമിനൽ റെക്കോർഡും ഇതുവരെ ഉണ്ടായിരുന്നില്ല. കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൽടെക്കിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ വ്യക്തി. പിന്നീട് കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റേഴ്സ് ബിരുദവും നേടി. നാസയിൽ റിസർച്ച് ഫെല്ലോ ആയി ജോലി ചെയ്യുന്ന ഇയാൾ സമൂഹത്തിൽ മാന്യനായ സ്ഥാനം വഹിച്ചിരുന്ന ഒരാളാണ്. ലോസ് ഏഞ്ചൽസിലെ ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യവേ ടീച്ചർ ഓഫ് ദി മന്ത് അവാർഡും ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. ടൊറൻസിലെ ഇയാളുടെ അയൽവാസികൾ പറയുന്നത് അല്ലൻ വളരെ നിശബ്ദനും ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിരുന്നു എന്നാണ്.